രാമചന്ദ്രായ ജനകരാജരാമനോഹരായ മാമധാഭീഷ്ടതായ മഹിതമംഗളം. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരു ചെറിയൊരു കീർത്തനം, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ 2 വരി ജസ്റ്റ് ഒന്ന് പാടി നോക്കിയതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയുക. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ ഡേയ്സിലൊക്കെ. പിന്നെ എനിക്കത് കംപ്ലീറ്റ് ഒന്നും പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനോ കംപ്ലീറ്റ് ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടില്ല. സോ ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്. പാട്ട് പാടാനും അതുപോലെ തന്നെ കേട്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ ഇടയ്ക്ക് കേട്ട കുറച്ച് ദിവസമായി ആക്ച്വലി ഈ ഒരു പാട്ട് ഞാനിപ്പം 2 ലൈൻ പാടിയത് കേട്ടു. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ഈ ഒരു പാട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് എൻ്റെ ചാനലിൽ 2 വരി പാടണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് ഒന്ന് ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ആ ഒരു പാട്ട് നമുക്ക്, ആ ഒരു കീർത്തനം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് എന്തായാലും ചെറുതായിട്ടൊരു ഒരു കഥ കേട്ടാലോ? ഓക്കെ, കഥാപാത്രങ്ങൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു പിക്ക് ഞാൻ ആഡ് ചെയ്യാം. ഈ ഒരു കഥ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ആ പിക്ക് ഒന്ന് ആഡ് ചെയ്യാം. കഥയിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു അമ്മയും കുഞ്ഞിൻ്റെയും ക്യാരക്ടറാണിത്. അപ്പം അമ്മ, നമ്മൾ എല്ലാവരും ചെയ്യും പോലെ തന്നെയാണ്. അമ്മ രാവിലെ കുട്ടിയെ എണീപ്പിക്കുന്നു, സ്കൂളിലേക്ക് എല്ലാം ആക്കി റെഡിയാക്കിയൊക്കെ വിടുന്നു. അപ്പം എന്നിട്ടൊരു ഈവനിങ് ആയപ്പോഴത്തേക്കും അമ്മ ആ കുഞ്ഞിനെ കാത്തിരിക്കുകയാണ്. ലൈക്ക് ആ കുഞ്ഞിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട്, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞിട്ട് അമ്മ കാത്തിരിക്കുകയാണ്. സോ ദ കിഡ് കെയിം ആൻഡ് ആ കുട്ടി വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി. ലൈക്ക് ആ ഒരു ഫേസിൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും എല്ലാ അമ്മമാർക്കും നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഞാനും ഒരു അമ്മയാണ്. സോ എനിക്കറിയാം എന്തോ ഒരു ഇത് പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. സോ അപ്പോൾ ആ മദർ ആസ്ക്ഡ് ടു ദാറ്റ് കിഡ് ലൈക്ക് വാട്ട് ഹാപ്പൻഡ് എന്ന്. സോ ദ ഡോട്ടർ, ആ ഒരു കുട്ടി ഒന്നും പറഞ്ഞില്ല. ഷീ ജസ്റ്റ് കെപ്റ്റ് സൈലൻറ്റ്. എന്നിട്ട് അഗെയിൻ ആഫ്റ്റർ സം ടൈം ആ മദർ ആസ്ക്ഡ് ടു ദാറ്റ് ഡോട്ടർ ലൈക്ക് വാട്ട് ഹാപ്പൻഡ് എന്ന്. സോ ആ ഒരു കുഞ്ഞ് വന്ന് അതിൻ്റെ അമ്മയെ ഹഗ് ചെയ്തു. അതിൻ്റെ അമ്മയെ ഒന്ന് ഹഗ് ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടെ ഒരു ടെൻഷനായി. പക്ഷെ അത് കാണിക്കുന്നില്ലായിരുന്നു. ആ അമ്മയുടെ ടെൻഷനും ഫിയറും കാണിക്കുന്നില്ലായിരുന്നു ആ കുട്ടിയുടെ ഫ്രണ്ടിൽ. സോ കുറച്ച് നേരം കഴിഞ്ഞു, ഡു യു വാണ്ട് സം വാട്ടർ എന്നൊക്കെ ആ കുട്ടിയെ ഒന്ന് ആ ഒരു മൂഡ് ഒന്ന് മാറ്റിയതിന് ശേഷം അഗെയിൻ മദർ ആസ്ക്ഡ് ടു ദാറ്റ് ഡോട്ടർ ലൈക്ക് എന്താ പറ്റിയത്, വാട്ട് ഹാപ്പൻഡ്, ഇന്ന് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സ്ലോലി ആ കുട്ടി ഒന്ന് നോർമലായി ഒന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പം അവൾ പറഞ്ഞു ഇന്ന് സ്കൂളിലൊരു സംഭവം നടന്നു. അപ്പം അമ്മ ചോദിച്ചു, യെസ്, എന്താ നടന്നത്, പറഞ്ഞോളൂ എന്നുള്ളത്. അപ്പം ഒരു കുട്ടി ഈ കുട്ടിയെ വേദനപ്പെടുത്തി. അതായത് വാക്കുകൾ കൊണ്ട്, ആ കുട്ടിയെ വാക്കുകൾ കൊണ്ട് എന്തോ പറഞ്ഞ് അങ്ങനെ ഒന്ന് ഹേർട്ട് ചെയ്തു. അപ്പം ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു അമ്മ, പക്ഷേ ഞാൻ കുറേ കരഞ്ഞു, എനിക്ക് കുറേ സങ്കടം വന്നു, അങ്ങനെയൊക്കെ. അപ്പം അമ്മ എല്ലാം ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എന്താ പറ്റിയേ, അവൾ ലെറ്റ് ഹർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടിരിക്കുകയായിരുന്നു. കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ ടു ദാറ്റ് ഡോട്ടർ, ആ ഒരു കുട്ടിയോട് ചോദിക്കുകയായിരുന്നു, ഓക്കെ, അപ്പം നീ എന്താ ചെയ്തത്, നിൻ്റെ മനസ്സിനെ ആ കുട്ടി വേദനപ്പെടുത്തി, ഓക്കെ, അപ്പം നീ ആ കുട്ടിയോട് എന്താ ചെയ്തത് എന്ന്. ഞാനൊന്നും ചെയ്തില്ല, ഐ ജസ്റ്റ് കെപ്റ്റ് മൈസെൽഫ് സൈലൻറ്റ്. അപ്പം അമ്മ ആസ്ക്ഡ് ലൈക്ക് വൈ എന്ന്. ഷീ സെഡ് ലൈക്ക് എനിക്ക് ആ സമയത്ത് ആ കുട്ടി എൻ്റെ മനസ്സ് വേദനപ്പെടുത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. പക്ഷേ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ തിരിച്ചെന്ത് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സ് വേദനപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല അമ്മ എന്ന്. ഇത് കേട്ട അമ്മ വാസ് ലൈക്ക്, ഇത് എവിടെ നിന്നാണ് പഠിച്ചത്, അല്ലെങ്കിൽ ആരാ ഈ ഒരു ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞു. അപ്പം
ആ കുട്ടി തന്നെ പറയുമായിരുന്നു ബെഡ് ടൈം സ്റ്റോറീസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുട്ടികൾക്ക് ഒന്ന് രണ്ട് നല്ല കഥകൾ, മോറൽ ആയിട്ടുള്ള നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അമ്മ തന്നെയാണ് ഈ കുട്ടിക്ക് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. ലൈക്ക് നമ്മൾ ആരുടെയും മനസ്സ് നമ്മൾ വേദനപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അപ്പം അത് നന്നായിട്ട് ആ കുട്ടി ബ്രെയിനിൽ സൂക്ഷിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ അതങ്ങനെ യൂസ് ചെയ്തു. സോ അമ്മ വാസ് സോ ഹാപ്പി. പിന്നെ ഒരു സങ്കടവും ഉണ്ടായിരുന്നു, അതായത് ആ എൻ്റെ കുട്ടീനെ വേദനപ്പെടുത്തിയില്ലേ എന്നുള്ളത്. പക്ഷെ ആകെപ്പാടുള്ളൊരു സമാധാനം, സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ആ കുട്ടീൻ്റെ മനസ്സ് വേദനപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലോകത്ത് കർമ്മയ്ക്ക് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെ ഇപ്പം ചില ആൾക്കാരായിരുന്നാലും പോലും ഈ റിവെഞ്ച് എടുക്കുന്നത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ലോകത്ത് സത്യം പറഞ്ഞ കർമ്മയ്ക്ക് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഞാൻ ആ അമ്മ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാനൊന്ന് ചേർക്കാം. പിന്നെ അങ്ങനെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് നമ്മൾ കുഞ്ഞു നല്ല ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കണം. ആൻഡ് അത് കുട്ടികൾ ലൈഫിൽ എത്രത്തോളം കൊണ്ടുവരും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് പറ്റുന്നത് പോലെ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. ആസ് എ അമ്മ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ നല്ല നല്ല കഥകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, പിന്നെ നല്ല നല്ല മോറൽസ് പറഞ്ഞു കൊടുക്കുക. അവരുടെ ആ ഒരു ഏജിൽ നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞ് കൊടുക്കണം. ഞാൻ ക്യാമറ അല്ല, ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം പെർഫെക്റ്റ് കാര്യങ്ങളൊന്നും അല്ല. എന്തായാലും ഞാൻ ഒരു ട്രൈപോഡൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി പഴയ ട്രൈപോഡാണ്. ഇത് അങ്ങനെ പുതിയതൊന്നും അല്ല, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ. അപ്പം എനിക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് അത്യാവശ്യം നല്ലൊരു ട്രൈപോഡ് തന്നെയാണ്, വലുതാണ്, നല്ലൊരു ട്രൈപോഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോണോ ക്യാമറയോ ഒന്ന് വെക്കാൻ പറ്റും. ആൻഡ് ഏതൊക്കെ ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തില്ല. അപ്പോൾ വൺസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഒരു ട്രൈപോഡ് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് പഴയ തന്നെയാണ്, പുതിയതൊന്നുമല്ല. പക്ഷെ ഞാൻ ഇതുവരെ യൂസേ ചെയ്തിട്ടില്ല. സോ എപ്പോഴെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കത് യൂസ് ചെയ്യാം. സോ എന്തായാലും ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഞാൻ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് കുറച്ചെങ്കിലും ഒരു ഹെൽപ്പ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ലൈക്ക് എല്ലാവർക്കും സൂട്ടബിൾ ആകണമെന്നില്ല. ഓക്കെ, ഇപ്പം ദിസ് ഇസ് മൈ റൈറ്റ് ആൻഡ് എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റൈറ്റ് വന്നിട്ട് മറ്റേ കൈയായിരിക്കും. സോ അത് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ റൈറ്റ് വന്നിട്ട് മറ്റുള്ളവരുടെ റൈറ്റ് അല്ല. ആൻഡ് ഐ കനോട്ട് മേക്ക് എവറിബഡി ഹാപ്പി. ഓക്കെ, സോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ ഒരു ടാസ്കിനനുസരിച്ചിട്ടുള്ള ഒരു കുറച്ച് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തിടുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.